ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അംബ്രല ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അംബ്രല സ്കേർട്ടാണ്. സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ അംബ്രല ഫ്രോക്കിന് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത പോലെ തന്നെയാണ്. ഡിഫറൻസ് ഒന്നുമില്ല. അതിൽ ജസ്റ്റ് ഒരു ബാൻഡും അതുപോലെ തന്നെ ഒരു സ്ട്രാപ്പും വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സൈഡ് ഒരു ഓപ്പണും കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ഇതിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. അതുപോലെ തന്നെ ഞാൻ അംബ്രല ഫ്രോക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ക്ലോത്തിൻ്റെ വീതി നീളത്തിനനുസരിച്ചായിരിക്കും. അതായത് നമ്മൾ എത്ര ലെങ്ത്ത് കട്ട് ചെയ്യുന്നുണ്ടോ ആ ഒരു ലെങ്ത്തിൻ്റെ ഇഷ്യൂ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇത് ഞാൻ അടുത്ത സ്കേർട്ടിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ലെങ്ത്ത് തികയാതെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ അറ്റാച്ച് ചെയ്യുന്ന പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചാണ്. അതിൽ 2 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ബാൻഡിലേക്ക് പോകുന്നുണ്ട്. ബാക്കി 19 ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ട് പാർട്ട് വരുന്നത്. അതിൽ ഒരു 3/4 ഇഞ്ച് കൂടെ നമ്മൾ അലവൻസ് കൊടുക്കുന്നുണ്ട്. 3/4 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ 4 ഇഞ്ച് നമ്മൾ ബോട്ടം മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് നമ്മളുടെ സ്കേർട്ട് പാർട്ട് ബാൻഡ് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ 19.25 കൊടുക്കുന്നത്. ഓക്കെ, 21 ഇഞ്ച് അതിൽ 2 ഇഞ്ച് വേസ്റ്റ് പാർട്ടിനും ബാക്കി 19 ഇഞ്ച് സ്കേർട്ട് പാർട്ടിനും അതിൽ 3/4 ഇഞ്ചാണ് നമ്മുടെ അലവൻസ് വരുന്നത് കേട്ടോ. കൃത്യമായി അത് നോട്ട് ചെയ്ത് വെക്കുക. ഓരോന്നും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വേസ്റ്റ് പാൻറ്റ് 2 ഇഞ്ച്, സ്കേർട്ട് ലെങ്ത്ത് 19 ഇഞ്ച്, ടോട്ടൽ 21 ഇഞ്ച്. അതിൻ്റെ കൂടെ അലവൻസ് വരുന്നത് അതായത് താഴെ മടക്കി തയ്ക്കാനും അതുപോലെ തന്നെ ബാൻഡിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് മൊത്തം 3/4 ഇഞ്ചാണ് നമ്മൾ അലവൻസ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 4 ഇഞ്ച് ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ 4 ഇഞ്ച് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വേസ്റ്റ് റൗണ്ട് കണക്കാക്കണം അല്ലേ. വേസ്റ്റ് റൗണ്ട് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? അപ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ട് 20 ആണെന്ന് വെക്കുക. 20 വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 10 ആഡ് ചെയ്യണം. വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ, അതായത് വേസ്റ്റ് റൗണ്ട് നമുക്ക് 20 കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 10 ആഡ് ചെയ്ത് നമുക്ക് 30 കിട്ടും. ആ 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു കിട്ടുന്ന മെഷർമെൻ്റ് ആണ് നമ്മളുടെ വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത്. കാരണം നമ്മൾ ക്ലോത്ത് 4 പാർട്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. നമ്മളുടെ അംബ്രല്ല ഫ്രോക്കിൽ നമ്മൾ സ്കേർട്ട് പാർട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെയാണ് നമ്മൾ ഈ ഒരു അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യാനായിട്ട് മടക്കി വെക്കേണ്ടത്. കോൺ ഷേപ്പിലാണ് മടക്കേണ്ടത്. നമ്മൾ സെയിം നമ്മളുടെ അംബ്രല ഫ്രോക്കിലെ സ്കേർട്ട് പാർട്ട് മടക്കിയ പോലെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്ന ആ ഒരു ആ ഒരു മെഷർമെൻറ്റിനെ 4 ഡിവൈഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതുവരെയുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞു തന്നത് അത് മനസ്സിലായില്ലെങ്കിലും ഒന്ന് വെച്ചിട്ടാണ് ഞാൻ എഴുതിയും കൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ മെഷർമെൻറ്റ് എടുക്കാം. മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയും സെയിം തന്നെയാണ്. നമ്മൾ അംബ്രല ഫ്രോക്കിൽ നമ്മുടെ സ്കേർട്ട് പാർട്ടിന് എടുത്ത സെയിം രീതി തന്നെയാണ്. ഇതുപോലെ 7.5 ഇഞ്ച് എടുത്തു. 7.5 ഇഞ്ച് രണ്ട് ഭാഗത്ത് വരുന്ന രീതിയിൽ 7.5 ഇഞ്ച്, അതായത് 7.5 ഇഞ്ച് എവിടെയാണോ വേസ്റ്റ് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് വരുന്നത് അവിടെ അടയാളപ്പെടുത്തുക. അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഏറ്റവും മുകളിൽ നിന്നും ആ 7.5 ഇഞ്ച് വരേക്ക് എത്ര മെഷർമെൻ്റ് ആണോ വരുന്നത് സെയിം തന്നെയാണോ 2 സൈഡും വരുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ക്ലോത്ത് മടക്കേണ്ട രീതി നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അംബ്രല ഫ്രോക്കിൽ നമ്മൾ സ്കേർട്ട് പാർട്ട് മടക്കിയ സെയിം രീതി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഇതാ 2 സൈഡ് നമുക്ക് സെയിം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 10 നമുക്ക് 2 സൈഡും കിട്ടിയിരിക്കുന്നത്. 7.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. 2 സൈഡും ഒരേ രീതിക്കാണ് ആണോ വരുന്നതെന്ന് കറക്റ്റായി നോക്കണം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് 10 ഇഞ്ച് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സെൻറ്റർ പാർട്ടിലും സെയിം നമുക്ക് ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. കറക്റ്റ് ആ ഒരു 10 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, ഇതുപോലെ വരുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ടോ ഞാൻ അടുത്തടുത്ത് തന്നെ അടയാളപ്പെടുത്തി കാണിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ആ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രമേ ചെറിയൊരു വളവ് വരാൻ പാടുള്ളൂ. ഒരുപാട് കർവ് ആക്കി കട്ട് ചെയ്തെടുക്കരുത്, വേസ്റ്റ് റൗണ്ട് കൂടുതലാവും. അപ്പോൾ വേസ്റ്റ് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് കറക്റ്റായി അതിൻ്റെ മെഷർമെൻറ്റും ഇതും നല്ലപോലെ വ്യത്യാസം വരും. അപ്പോൾ ഓക്കെ, നമുക്കിനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കാം. നമ്മൾ 19.25 ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൽ ലെങ്ത്തിൻ്റെ ചെറിയൊരു അതായത് ക്ലോത്തിൽ ലെങ്ത്തിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ബാലൻസ് വരുന്ന അതായത് തികയാതെ വരുന്ന ആ ഒരു പോർഷനിൽ എങ്ങനെയാണ് വേറൊരു ക്ലോത്ത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതെന്നൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 19.25 കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. രണ്ട് സൈഡും അടയാളപ്പെടുത്തിയതിന് ശേഷം ഫുള്ളായിട്ട് ആ ഒരു അറ്റം വരെയും, അതായത് നമ്മൾ അംബ്രല്ല ഫ്രോക്കിൽ ചെയ്ത പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് വരാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തടുത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആ ഒരു കർവ് ഷേപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റായി അത് ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ബാലൻസ്, അതായത് നമുക്ക് കണ്ടോ അവിടെ നമുക്ക് ക്ലോത്ത് തികയുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്താ ചെയ്യാന്നുള്ളത് നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തരാം. എങ്ങനെയാണത് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന്. ഓൾറെഡി ഇത് അംബ്രല ഫ്രോക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വലിച്ചു നീട്ടിയൊന്നും പറയാതിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ പഠിക്കാനുള്ളത് ബാൻഡും അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസ്, അതായത് ലെങ്ത്ത് തികയാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇതിൽ പ്രത്യേകിച്ച്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാലൻസ് വരുന്ന പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്നും കൂടെ നോക്കാം. ഇതുപോലെ ആ ബാലൻസ് വരുന്ന പീസ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മളെപ്പോഴും ബാലൻസ് ആ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്കതിൽ അറ്റാച്ച് ചെയ്യാനുള്ള അലവൻസും കൂടെ ചേർത്തിട്ട് വേണം എടുക്കാൻ. അത് മറക്കരുത്. കാരണം നമ്മൾ ഒരേ അളവ്, അതായത് അവിടെ ആ ഒരു എവിടെയാണോ കട്ടിങ് വരുന്നത്, അതായത് തുണി എവിടെയാണോ തികയാതെ വരുന്നത് ആ തികയാത്ത അവിടെ വെച്ചിട്ട് താഴോട്ട് മീൻസ് അളവെടുക്കരുത്. അതിൽ ജോയിൻ ചെയ്യാനുള്ള അലവൻസും കൂടെ ചേർത്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് നമ്മൾ എത്രയാണോ അലവൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അലവൻസ് കുറച്ച് മുകളിലോട്ടായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ അളവെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ലെങ്ത്ത് എവിടെയാണോ സ്റ്റോപ്പ് ആവുന്നത് ആ സ്റ്റോപ്പ് ആവുന്നിടത്ത് വെക്കാൻ പാടില്ല. അതിന് കുറച്ച് മുകളിലോട്ടായിട്ട് നമ്മൾ അലവൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അലവൻസിൻ്റെ അത്രയും നമ്മൾ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ചാണ് ഇതിൽ അലവൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ച് വരുന്ന രീതിയിൽ കുറച്ച് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ഒരു തുണിയുടെ ആ ഒരു നമുക്ക് ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ ആ ഒരു മടക്ക് വരുമല്ലോ, മീൻസ് മടക്കുന്നല്ല, ആ ഒരു അടയാളം വരുമല്ലോ, ആ അടയാളം വെച്ച് നമുക്കിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്മൾ നേരത്തെ ചെയ്ത രീതി മുകളിൽ നിന്ന് വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും താഴോട്ട് ലെങ്ത് എടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. കുറച്ചുകൂടെ ബെറ്റർ അളവെടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ആ ഒരു കൈ വെച്ച് നമുക്ക് അടയാളപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ഒരുപാട് കട്ടിയില്ലല്ലോ. കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ കുഴപ്പമില്ല. കൂടുതലും നിങ്ങൾ വേസ്റ്റ് പോർഷനിൽ നിന്ന് താഴോട്ട് അളവെടുത്തിട്ട് തന്നെ ചെയ്യുക. സ്കേർട്ട് നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്ത ആ ഒരു രീതി തന്നെ
ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ എളുപ്പപ്പണി നോക്കരുത് എപ്പോഴും, പെട്ടെന്ന് ആവട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ എളുപ്പപ്പണി ചെയ്യരുത്. അപ്പോൾ കുറച്ച് നമ്മൾ റിസ്ക് എടുത്താൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിസ്ക് എടുത്താൽ റിസ്ക്കുള്ള വർക്ക്, അതായത് റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്യുക, അല്ലാതെ എളുപ്പപ്പണി ഒരിക്കലും ചെയ്ത് നോക്കരുത്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ് പുതിയതായിട്ട് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ കൈവച്ച് അതിൻ്റെ ഇത് നോക്കി എന്നിട്ടൊക്കെ വേണം അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ അത് വേരിയേഷൻസ് വരണ്ടെന്ന് ഉള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ അളവെടുത്തിട്ട് തന്നെ ചെയ്യുക, അളവെടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, അതിലൊരു എക്സ്ട്രാ പീസ്, അഡീഷണൽ പീസ് ആഡ് ചെയ്ത്, അതായത് അതിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അലവൻസ് കൂടെ അതിൽ കണ്ടിട്ട് വേണം അളവെടുക്കാനായിട്ട്. അതാണ് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്കതൊന്ന് ആ പീസൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം വേഗം. അപ്പോൾ ഇത്രയാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു അംബ്രല സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കേർട്ട് ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ആവുന്ന ഒരു സ്കേർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു സ്കേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോളൊക്കെ ഉണ്ടെങ്കിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികൾ, അവർക്കൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവരുടെ മെഷർമെൻറ്റ്, വേസ്റ്റിൻ്റെ മെഷർമെൻറ്റും അതുപോലെ തന്നെ ലെങ്ത്ത് എത്ര വേണ്ടതെന്നൊക്കെ എടുത്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ക്ലോത്തിൽ, അതായത് സെൽഫ് എഡ്ജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കരഭാഗം വരില്ലേ, ആ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെയാണ് താഴെ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ വിട്ടാലും മതി. ഓക്കെ. അപ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ വിട്ടിട്ട്, സെൽഫ് എഡ്ജാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ വിട്ടിട്ട് അളവെടുത്താൽ മതി. നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല അവിടെ. ഓക്കെ. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ മെഷർമെൻറ്റും കൂടെ നോക്കാം. വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് വരുന്നത് 15.5 ഇഞ്ചാണ്. ലെങ്ത്ത് വരുന്നത് 4.5 ഇഞ്ചാണ് നമ്മളുടെ ബാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത്. വീതി വരുന്നത് 15.5 ഇഞ്ച്, ലെങ്ത്ത് വരുന്നത് 4.5 ഇഞ്ച്. അതായത് 4.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളത് മടക്കി അടിക്കുന്ന സമയത്ത് വെറും 2 ഇഞ്ചായിട്ട് വരും. 1/2 ഇഞ്ച് നമ്മളുടെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാപ്പിൻ്റെ കാര്യമാണ്. സ്ട്രാപ്പ് നമുക്ക് 40 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമാണ് സ്ട്രാപ്പിൻ്റെ ആ ഒരു കട്ടിങ് വരുന്നത്. 40 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേസ്റ്റ് ബാൻഡും സ്ട്രാപ്പിൻ്റെയും മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്യാനിരുന്നാൽ മതി. ആദ്യം തന്നെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ കട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ട് തുണി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളുടെ അതായത് ഈ ബാൻഡല്ല, നമ്മളുടെ ആ ഒരു എക്സ്ട്രാ വരുന്ന പീസില്ലേ, ആ ഒരു പീസോ അല്ലെങ്കിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഫുള്ളായിട്ട് സ്കേർട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ ഈ പറഞ്ഞ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഏതൊരു ഇതാണെങ്കിലും ആ ഒരു ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ, കട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ആ ഒരു ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ നീളം വരുന്നത് 4.5 ഇഞ്ചും വീതി വരുന്നത് 15.5 ഇഞ്ചാണ് കേട്ടോ.
അപ്പോൾ വീതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വീതി ഇവിടെ വരുന്നത് വേസ്റ്റ് ബാൻഡിൻ്റെ ആ ഒരു ചുറ്റളവിനെയാണ് നമ്മൾ വീതി എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ ആ ഒരു ഇപ്പോൾ 15.5 എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വേസ്റ്റിൻ്റെ ആ ചുറ്റളവ് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 15. അപ്പോൾ 15.5 അര ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 15.5 ഇൻറ്റു 2 31 ഇഞ്ചാണ് ടോട്ടൽ വരേണ്ടത്. നമ്മൾ 2ആയി ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. 2ആയി ഫോൾഡ് ചെയ്യുമ്പോഴാണ് 15.5 ഇഞ്ച് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. 15.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ചാടിക്കയറി 15.5 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കരുത്. നമ്മളുടെ ആ ഒരു വേസ്റ്റ് പാർട്ടിൻ്റെ എവിടേക്കും തികയില്ല ഈ ഒരു 15.5 ഇഞ്ച്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 15.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് 2 ഫോൾഡായിട്ട് അതായത് 2 പീസായിട്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒറ്റ പീസായിട്ട് 31 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മളുടെ വേസ്റ്റിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 30 ഇഞ്ചായിരുന്നു നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1/4 ഭാഗമാണ് 7.5 ഇഞ്ച് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ 31 ഇഞ്ചാണ് വേണ്ടത്. അത് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ സ്ട്രാപ്പ് ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. സ്ട്രാപ്പ് കട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വേസ്റ്റ് ബാൻഡ് കട്ടിങ്. ഓക്കെ. അപ്പോൾ നമുക്കിനി സ്ട്രാപ്പും കൂടെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് കഴിയാനായി, അതായത് മുഴുവനായിട്ട് കഴിഞ്ഞു എന്നല്ല കേട്ടോ. നമ്മളുടെ ഇപ്പോൾ കുറച്ച് ക്ലാസ് ഞാൻ എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എംബ്രോയ്ഡറിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇനിയൊരു 2 മീൻസ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സും അതുപോലെ തന്നെ വേറൊരു 2 ഐറ്റത്തിൻ്റെയും കൂടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ വീണ്ടും എംബ്രോയ്ഡറിയിലേക്ക് കടക്കാൻ പോവുകയാണ്. എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ ത്രെഡിൻ്റെ എംബ്രോയ്ഡറി മാത്രമല്ല, അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അതായത് എന്തൊക്കെ എംബ്രോയ്ഡറി ഉണ്ടാവും, എന്തൊക്കെയാണ് നിങ്ങൾ മെറ്റീരിയൽ വാങ്ങേണ്ടതെന്നുള്ളത്, അത് ഞാൻ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഓക്കെ, നമ്മൾ പുതിയതായിട്ട് കുറേ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ക്ലാസ് ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ആരി വർക്കും അതുപോലെ തന്നെ ബീഡ്സിൻ്റെ എംബ്രോയ്ഡറിക്കാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇതുവരെ പറഞ്ഞ പോലെ അല്ല കേട്ടോ, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാതെയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെയല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ സെൻഡ് ചെയ്യാൻ പറയും. ഓക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ബാലൻസ് ഉള്ള എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ, ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പഠിക്കാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ ഇനിയും മുന്നോട്ട് എല്ലാവരെയും സപ്പോർട്ട് വേണം. എന്ത് കാര്യം, അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടാലും കമൻറ്റിലൂടെ അറിയിക്കണം. ക്ലാസ് ഇഷ്ടപ്പെട്ടു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാലാണ് എനിക്കും ഒരു ക്ലാസ് വീണ്ടും ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എനിക്കും ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അംബ്രല്ല സ്കേർട്ടിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇനിയൊരു പാർട്ടായിട്ട് ഇടാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.